നിസ്കാരത്തിൽ വളരെ മുൻപന്തിയിലാകണം. നിസ്കാരത്തിൽ ഇപ്പോഴും നമ്മൾ തോറ്റുപോകുന്നവരാകരുത്. വയസ്സ് എത്രയായി? ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിനക്ക് വയസ്സ് എത്രയായി? അദ്ദേഹം പറഞ്ഞു, 35 വയസ്സായി. നല്ല പക്വതയുടെ പ്രായമാണ്, നല്ല പ്രൗഢിയുടെ പ്രായമാണ് അള്ളാഹു നൽകിയത്. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, പ്രായപൂർത്തി അള്ളാഹു തന്ന ശേഷം, പ്രായപൂർത്തിയും ബുദ്ധിയും പക്വതയും തന്ന ശേഷം നിന്റെ പെരടിയിൽ ഇപ്പോഴും നിസ്കാരത്തിന്റെ മാറാപ്പുണ്ടോ? ഉസ്താദേ, അത് പറയാൻ കുറച്ച് പ്രയാസമാണ്. കെട്ടുകണക്കിന് നിസ്കാരം ഇനിയും ബാക്കിയുണ്ട്. നീ നിന്റെ ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പൂരിപ്പിക്കാൻ എത്രയാ സുഹൃത്തെ ശ്രമിക്കുന്നത്. പക്ഷേ നിന്റെ പെരടിയിൽ അള്ളാഹുവിന്റെ ശുക്ർ ഇനിയും എണ്ണക്കണക്കിന് കുറവുണ്ട്. ഐച്ഛികമായത് പോകട്ടെ, നിർബന്ധമായത് തന്നെ പലതും വീട്ടാനുണ്ട്. അതൊക്കെ വീട്ടിയെങ്കിലല്ലേ നിന്നൊരു നല്ല മനുഷ്യനായി കാണാൻ പറ്റുള്ളൂ. ഒരു നിക്കാഹിന് വരെ മുന്നിൽ നിർത്തി ഒരു സാക്ഷി നിർത്താൻ നിന്നെ പറ്റുകയുള്ളൂ. ഈ നിസ്കാരങ്ങളൊക്കെ നീ വീട്ടണ്ടേ? ചിലയിടത്തൊക്കെ പോയാൽ ആരാ നിക്കാഹിന് സാക്ഷി? നിക്കാഹിന് സാക്ഷി അത് അമ്മാവനാണ്. 5 വക്ത് നിസ്കരിക്കുന്ന ആളാ, അതും ഉറപ്പില്ല. പക്ഷെ ഉമ്മാന്റെ ആങ്ങളെ ഉറപ്പാ, അത് ഉറപ്പ് പോരാ. ഉമ്മാന്റെ ആങ്ങളെ ഉറപ്പ് പോരാ, അത് നിങ്ങൾ അവിടെ ഭക്ഷണം കൊടുക്കണമെന്ന് ഉറപ്പിച്ചോളി. ഇവിടെ സാക്ഷിക്ക് ഫാസിക്കല്ലാത്ത ആള് വേണം. നിസ്കാരം ഒഴിവാക്കി നടക്കുന്ന ആളെ എങ്ങനെ ഇവിടെ സാക്ഷി നിർത്താൻ പറ്റുന്നത്? നിക്കാഹ് ശരിയാവൂ? എന്തെങ്കിലും ഒരു സംഗതിക്ക് പറ്റുമോ അവനെ? എന്തെങ്കിലും ഒരു വിഷയത്തിന് മുന്നിൽ നിർത്താൻ പറ്റുമോ? കാര്യമാത്ര പ്രസക്തമായ നന്ദിയാണ് നിസ്കാരം. അതില്ലെങ്കിൽ പിന്നെ നീ ഒരാളെ ഒരു നിലക്കും ഭാവിക്കണ്ട, നല്ലവനായി നീ വിചാരിക്കണ്ട. നിസ്കാരം ഉണ്ടോ എങ്കിൽ അവനിൽ സർവ്വ നന്മയും ഉണ്ട്. അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. നിസ്കാരം ഇല്ലേ എന്നാ പിന്നെ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല.